ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ അരങ്ങേറ്റം വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ തലേന്ന് സൺഡേ തന്നെ നമ്മളവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ ദിവസം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിരിക്കുമല്ലോ. പിന്നെ രാവിലെ 6 മണിക്ക് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലേന്ന് തന്നെ എത്തി. ശനിയാഴ്ച രാത്രി തന്നെ ഇവിടെ എത്തി കേട്ടോ. ശനിയാഴ്ച ഒരു 12 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ അതാ പിള്ളേർക്കൊക്കെ വേറെ റൂം, ഞങ്ങൾക്ക് വേറെ റൂമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് അമ്മയ്ക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഏറ്റവും മേളത്തെ ഫ്ലോറിൽ 3ാമത്തെ ഫ്ലോറിലായിരുന്നു. ഈ പിള്ളേരെ കൊണ്ടാണ് ഇവിടെ നടക്കാനേ പേടി. ഇടയ്ക്കിടയ്ക്ക് ശ്രീക്കുട്ടൻ ആ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി എത്തി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും അവൻ്റെ കൂടെ ഒരാളങ്ങനെ പുറകെ നടന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയുടെ തൊട്ട് വാതിക്കലായിട്ടായിരുന്നു ഞങ്ങളുടെ റൂം. പടിഞ്ഞാറാന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞാൻ മസാല ദോശ ആട്ടോ വാങ്ങിയത്. ഇവിടുത്തെ മസാല ദോശ അടിപൊളിയായിരുന്നു. പലീനയൊക്കെ പൊറോട്ട വാങ്ങിച്ചു, കുഞ്ഞും പൊറോട്ടയാണ് വാങ്ങിയത്. എനിക്ക് മസാല ദോശ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോയി. അപ്പോൾ പിള്ളേരെ റൂമിൽ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ഞാനും ലീനയും ചേട്ടായും കൂടെ ആട്ടോ പോയത്. അപ്പോൾ കുഞ്ഞിന് പാലും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്പലത്തിനകത്തോട്ട് കയറിയിട്ടു. കയറി കഴിഞ്ഞപ്പം ജനസാഗരമായിരുന്നു. അതൊരു ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു, പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ്ലി ഓഡിറ്റോറിയങ്ങളിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നീതി ചേച്ചി വന്നു. അപ്പോൾ ചേച്ചി ഞാനും കൂടി ആട്ടോ പോകുന്നത്. എനിക്ക് വള വാങ്ങാനുണ്ടായിരുന്നു. വള നമുക്ക് നേരത്തെ തന്നെ കയ്യിലിടണ്ട. വള പകരം നമ്മൾ ദക്ഷിണയായിട്ട് നമുക്ക് ദക്ഷിണ തരുന്ന ആൾ തന്നിട്ട് അത് നമ്മൾ കയ്യിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പം നാട്ടിൽ നിന്നൊക്കെ വള നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല. ഗോൾഡൻ വളകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചി ഇന്നലെ ഇവിടെ വന്നപ്പോൾ തന്നെ പുറത്തുപോയി വളയൊക്കെ നോക്കി. അപ്പോൾ നല്ല വള കിട്ടിയെന്നാണ് പറഞ്ഞത്. വലിയ വിലയൊന്നുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളത്. അപ്പോൾ ചേച്ചി വാങ്ങിയ ആ കടയിൽ തന്നെ ഞങ്ങൾ പോയി. ഇഷ്ടം പോലെ മാലയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നല്ല ട്രഡീഷണൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു റീസണബിൾ റേറ്റ്. അങ്ങനെ ഒരുപാട് കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. വളയൊക്കെ ആളെ ഉദ്ദേശിച്ച രീതിയിലുള്ളത് കിട്ടി. എനിക്കറിയില്ല കേട്ടോ പുറത്തെ കടയിൽ എങ്ങനെയാണെന്ന്. ഞങ്ങൾ കയറിയ കടയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞങ്ങൾ വളയൊക്കെ നോക്കി. അപ്പം എനിക്ക് 3-4 വളകൾ ഇഷ്ടമായി കേട്ടോ. പക്ഷേ ചിലതൊന്നും എൻ്റെ കയ്യിൽ കയറുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ വള കണ്ടുപിടിക്കുന്നത് ഭയങ്കര പാടാണ്. എൻ്റെ കൈപ്പത്തിയുടെ ഭാഗം വലുതും അതുപോലെ പിന്നെയുള്ള ഭാഗം ചെറുതും ആട്ടോ. അത്ര വണ്ണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു വിധത്തിൽ കൈക്ക് ചേരുന്നൊരു വളയാണ് ഞാൻ എടുത്തത്. പിന്നെ റൂമിൽ വന്നിട്ട് ഫുള്ള് റെസ്റ്റ് എടുപ്പായിരുന്നു കേട്ടോ. കാരണം അധികം ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ റൂമിലാണെങ്കിൽ TV ഉണ്ടായിരുന്നു. അവരുടെ പിള്ളേരുടെ റൂമിലില്ലായിരുന്നു കേട്ടോ. TV ഉണ്ട്, പക്ഷേ അതിനകത്ത് ചാർജ് ഇല്ല. അതുകൊണ്ട് പകൽ മുഴുവൻ ഞങ്ങൾ ഇവിടെ ഇരുന്ന് TV ഓണിലാണ് പരിപാടി. അപ്പോൾ ശ്രീകുട്ടൻ്റെ സ്ഥിരം സ്ഥലം ഇതായിരുന്നു കേട്ടോ. എപ്പോഴും ഇവിടെ വന്നിരിക്കും. എന്താണ് അവിടെ ഇരുന്ന് കാര്യമായിട്ട് നോക്കണമെന്ന് എനിക്കറിയില്ല. വഴി കൂടെ പോകുന്നവരും വരുന്നവരും ഇവിടെ ഇരുന്നാൽ കാണാം കേട്ടോ. അതുകൊണ്ട് മാമനും മോനും എപ്പോഴും അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് കാണാം. എന്താണോ എന്തോ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്. എനിക്കിവിടെ ഇരുന്ന് ആകെപ്പാടെ കുറച്ച് ബിൽഡിങ്സ് മാത്രമേ കാണാൻ പറ്റാറുള്ളൂ. അവർ TV കറക്റ്റ് ആ സമയത്ത് നന്ദനം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. കണ്ട് നല്ല ആസ്വദിച്ച് വരുമായിരുന്നു. അപ്പോഴത്തേക്കും ശ്രീകുട്ടൻ ഭയങ്കര കരച്ചിലായി. അവന് കുറേ നേരം ഇങ്ങനെ റൂമിലൊക്കെ അടച്ചിരുത്തിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പുറത്തൂടെ ഇറക്കി വിടാനും പറ്റത്തില്ല. അവൻ ആ മേളിലത്തെ സ്ലാബിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി താഴോട്ട് നോക്കും. എങ്ങാനും 3ാം നിലയിൽ താഴോട്ട് പോയാൽ പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിട്ടേ ഇല്ല. അതുകൊണ്ട് ഭയങ്കര കരച്ചിലായി. അപ്പോൾ ഞങ്ങൾ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് നേരം മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൽ കൂടെയൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടു. ഫുഡ് പാഴ്സലായിട്ടാണ് വാങ്ങിയത്. കാരണം എല്ലാവർക്കും ഓരോ ചോറിൻ്റെ ആവശ്യമില്ല. പിള്ളേരൊന്നും അധികം കഴിക്കില്ല. അതുകൊണ്ട് പിന്നെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലീനയും ആളും കൂടി ഒരു ചോറും ഞാൻ പിന്നെ ഒരു ചോറ്, ചേച്ചിയും പിള്ളേരും അങ്ങനെ ഒരു പൊതിച്ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ ഇച്ചിരിയേ മതി. സിദ്ധുവും കുഞ്ഞിക്ക് അധികം കഴിക്കില്ല കേട്ടോ. പിന്നെ ചേട്ടായി ഇത് ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വാങ്ങിയിട്ട് വന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല കാൽവേനയായിരുന്നു കേട്ടോ. പ്രോഗ്രാമിൻ്റെ സമയമായപ്പോഴത്തേക്കും നല്ല പ്രാക്ടീസായിരുന്നു. അവസാനത്തെ ഒരു വീക്ക് ഫുൾ പ്രാക്ടീസായിരുന്നു. അപ്പോൾ കാലിൽ നല്ല വേദനയുണ്ട്. മുട്ടിനൊക്കെ ഇരിക്കുന്നതിന് ചെറിയ വേദന ഉണ്ടായിരുന്നു. അപ്പം തൈലമൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അത് പുരട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഒന്നുകൂടി പ്രാക്ടീസിന് പോകണം. പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് കേട്ടോ പുറത്തിറങ്ങിയത്. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പിറ്റേന്ന് തിങ്കളാഴ്ച മെയ് 13-നായിരുന്നു പ്രോഗ്രാം. അപ്പോൾ രാവിലെ ഞാനൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എഴുന്നേറ്റ് കുളിച്ച് ഒരു 6:30 ആകുമ്പോഴത്തേനും അവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ചെല്ലണം. അപ്പോൾ കുളിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ജ്വല്ലറിയൊക്കെ പിന്നെ ഞാൻ രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട വേറെ സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ ഒരു കവറിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ആയപ്പോഴത്തേനും നല്ല ടെൻഷനായിട്ടോ. തലേന്ന് വരെ അത്ര ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അലീനേനെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ചേട്ടായി പിന്നെ ഇവിടെ നിന്ന് ബാക്കിയുള്ളവരെയൊക്കെ സെറ്റാക്കി അങ്ങോട്ട് കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു 4 മുഴമൊക്കെ മുല്ലപ്പൂ ഞാൻ മേടിച്ചു. ഇവിടെ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 50 രൂപ 30 രൂപയൊക്കെ തന്നെ മുല്ലപ്പൂ ഉണ്ട്. അവിടെ ഡാൻസിനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മടക്കി കിട്ടിയതുണ്ടായിരുന്നു. 50 രൂപയായി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞാനും അലീനയും കൂടെ നടന്ന് ഇതേ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് നടയിലേക്ക് എത്തണം. കിഴക്കേ നടയാന്ന് തോന്നുന്നു. എല്ലാ നടയും ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഞാനും അലീനയും കൂടെ ഇഡ്ഡലി മേടിച്ച് കഴിച്ചു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ
എഴുന്നേറ്റുകൊണ്ട് പിന്നെ എന്തായാലും വിശക്കും. അപ്പോൾ ചെന്ന പാടെ മാഷിന് മേക്കപ്പ് ചെയ്യുന്ന മാഷിന് നമ്മൾ ദക്ഷിണ കൊടുത്തു. അപ്പോൾ ദക്ഷിണ കൊടുത്ത് എല്ലാവരും കൂടി ദക്ഷിണ കൊടുത്തിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. മേക്കപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴോട്ടോ ശരിക്കും ടെൻഷൻ ഒന്നും കൂടെ കൂടിയത്. അയ്യോ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കളിക്കണമല്ലോ, അങ്ങനെ ഒരു ടെൻഷനായി. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് 1 മണിക്കാണ്, അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. 1 മണി കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അമ്മ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ആ ഒരു ടൈമിൽ വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് പോരാനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ വരാറായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് ആ ഒരു സമയമായപ്പോഴത്തേനും പോരാനുള്ള സമയം ആയില്ല, ജസ്റ്റ് കുറച്ച് ദിവസം കൂടെ താമസമുണ്ടെന്ന് പറഞ്ഞു. നമുക്കാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഗുരുവായൂരിൽ ഈ ഒരു ഡേറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റിൽ നമ്മൾ കളിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മ വന്നിട്ടായിരുന്നു അരങ്ങേറ്റം നടത്തണമെന്ന്. അപ്പം അമ്മ മെയിൽ വരുമെന്ന് കേട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ അതിന് പറ്റിയില്ല. അപ്പോൾ അവർ പിന്നെ കൊണ്ടുപോകുമ്പം അവർ വരുന്ന ആ ഒരു ഡേറ്റിലല്ലേ തിരിച്ച് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത് കൊണ്ട് അതൊരാശ്വാസമാണ്, വീഡിയോ കാണാമല്ലോ. അപ്പോൾ അമ്മ വന്നിട്ട് പറ്റുന്ന പോലെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അതായത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും പാട്ടും ഒക്കെ. അമ്മയ്ക്കും ചെറുപ്പത്തിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാനിത് പഠിച്ച് ഇങ്ങനെ അരങ്ങേറ്റെന്ന് പറയുമ്പോൾ അമ്മയ്ക്കിത് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയ്ക്ക് പറ്റാത്തത് ഞാൻ നേടിയല്ലോ. അപ്പം കുഞ്ഞായിരുന്ന സമയത്ത് അമ്മയ്ക്ക് പഠിപ്പിക്കാനായിട്ട് വിടാൻ പറ്റില്ല. അമ്മ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ 1 മാസം, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട്. പക്ഷേ ഇപ്പം ഞാനത് ഒറ്റയ്ക്ക് നേടിയെടുത്തപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഏതൊരമ്മമാർക്കും സ്വന്തം മക്കൾ വളരുന്ന കാണുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരിക്കുമല്ലോ. ഞാൻ എന്ത് പരിപാടിക്ക് എന്തെങ്കിലും പഠിക്കാൻ പോകുമെന്ന് പറയുമ്പം ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയായിരിക്കും. ഒന്നിനും എൻ്റെ അടുത്ത് നോ അങ്ങനെ പറയാറില്ല. കുഞ്ഞിലെ ആണെങ്കിലും അതെ കേട്ടോ, എന്തെങ്കിലും ചെയ്തോട്ടെ ചോദിക്കുമ്പോൾ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. ആർട്സിനും സ്പോർട്സിനും എല്ലാ കലാപരിപാടിക്കും പോകുമായിരുന്നു. പിന്നെ സ്കൂൾ ടൈം കഴിഞ്ഞ് ഒന്നും അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് എൻ്റെ ആഗ്രഹത്തിന് ഞാൻ ഓരോന്നും ചെയ്തു തുടങ്ങിയത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അലീന പോയിട്ട് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ കഴിച്ച് ഇഡ്ഡലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദഹിച്ചു. അപ്പോഴത്തേക്കും വിശക്കാനും തുടങ്ങി. ഇനിയിപ്പോൾ ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മേക്കപ്പ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഹെയറിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ മുടിയിൽ ജട കളയുന്നുണ്ട്. ഇവിടുത്തെ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിൽ മുടി എന്തോ പോലെ ഒട്ടുന്നുണ്ടായിരുന്നു. ക്ലോറിൻ വെള്ളം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ജെർഷയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ വെളുപ്പിനെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ തലേ ദിവസം അവൾ പിന്നെ വന്നില്ല. കൂടെ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവളുടെ രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൾ വെളുപ്പിനെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ വടയൊക്കെ വെച്ച് വാർമുടിയൊക്കെ വെച്ച് മുടി പിന്നെ നിന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുടിയൊക്കെ കെട്ടിയിട്ട് ഞാൻ പോയി ഡ്രസ്സ് മാറി. അപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം, ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പം ഒരുപാട് വർഷമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേച്ചി എനിക്ക് കുഞ്ഞ് നെറ്റിപ്പെട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി വന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണെന്ന് കണ്ടെങ്കിലും കുറേ വർഷമായിട്ട് അറിയാവുന്ന ഒരാളെ പോലെയായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതുകൊണ്ട് ചേച്ചി പോയി ഇട്ടു. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളിത് ജ്വല്ലറി ഇടുന്നുണ്ട്. അപ്പോൾ ടീച്ചറാണ് ഇട്ട് തരുന്നത്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഈ ലൈനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ കഴിഞ്ഞിട്ട് അടുത്ത ആൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലയുടെ ആ 2 സൈഡിലും വെക്കുന്ന ആ ഒരു ജ്വല്ലറി മാത്രമാണ് ടീച്ചർ വെച്ച് തന്നത്. അത് ഗുരുക്കന്മാർ വെക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ബാക്കി നെറ്റിച്ചുട്ടി സംഭവമൊക്കെ ആ ഒരു മാഷ് തന്നെയാട്ടോ വെച്ച് തന്നത്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടാട്ടോ ഒരുങ്ങുന്നത്. അപ്പം ജെർഷയും വന്ന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ വന്ന് കഴിയുമ്പോൾ തൊട്ട് പിന്നെ വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. അലീനയാട്ടോ രാവിലെ തുടങ്ങി പാവം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. വീഡിയോ ഫുൾ എടുത്തു തന്ന അവളാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, നിരീക്ഷിച്ചൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാം ഹെൽപ്പ് ചെയ്തു. 2 പേരും ഉണ്ടായിരുന്നോണ്ടാട്ടോ എല്ലാം പെട്ടെന്ന് തീർന്നത്. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അലീനയ്ക്കാണ് ഒരുങ്ങാൻ പോകാൻ പോലും സമയം കിട്ടിയില്ല. എൻ്റെ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പോയിട്ട് അവൾക്ക് ഡ്രസ്സ് മാറിയിട്ട് വരേണ്ടി വരുന്നതുകൊണ്ട് ശരിക്കും കൊച്ചിന് ഒരുങ്ങാൻ പോലും പറ്റിയില്ല. ശരിക്കും സമയം കിട്ടുന്നതായിട്ട് ഓർത്തില്ല. ഇനി രാവിലെ തന്നെ എടുത്തോട്ട് വന്നാൽ മതിയായിരുന്നു. ഇടയ്ക്ക് തിരിച്ച് അവൾ പോയിട്ട് ചേട്ടാ ഇങ്ങോട്ട് വരുമ്പോൾ അവൾ അങ്ങോട്ട് പോയിട്ട് ഒരുങ്ങാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പ്ലാനൊക്കെ എന്തായാലും ഫ്ലോപ്പായി. അപ്പോൾ അവസാനമായിട്ട് ഈ കാലിലും കയ്യിലും അലത്തി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി മൂക്കുത്തി മാത്രം വെച്ചാൽ മതി. അപ്പോൾ ടീച്ചർ ദേവിയുടെ മോഹിനിയാട്ടിനെ ഒരുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ മോഹിനിയാട്ടം. ബാക്കി ഞങ്ങളെല്ലാം ഭരതനാട്യമാണ്. അപ്പോൾ ചേച്ചി മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും രണ്ടിനും ഒന്നിച്ച് ഇറങ്ങിയിരുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാട്ടോ മൂക്കുത്തി ഇട്ടത്. അടിയിലത്തെ മൂക്കുത്തി ഇട്ടപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ സൈഡിലത്തെ മൂക്കുത്തി വെച്ചപ്പോഴത്തേനും മനുഷ്യനുള്ള ജീവൻ പോയി. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുകയും ചെയ്യണം. അങ്ങനത്തെ മൂക്കുത്തി ആയതുകൊണ്ട് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ സാറ് വെച്ച് തന്നു. എന്നിട്ട് എൻ്റെ മൂക്കിൽ നിന്ന് അത് പോവുകയും ചെയ്യുന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എവിടെയോ അത് ചാടിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിലും കൂടി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫേസ് മാത്രം മേക്കപ്പ് ചെയ്തപ്പോഴത്തേനും കൈ മാത്രം വേറെ കളറിൽ ഇരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഇത് മാത്രം കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് കൈയും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഫൗണ്ടേഷൻ ഇട്ട് സെറ്റ്
സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദക്ഷിണ കൊടുക്കൽ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചേട്ടായിക്ക് ദക്ഷിണ കൊടുത്തിട്ട് ആളെനിക്ക് പൂവ് ഇങ്ങോട്ട് തരും. എന്നിട്ട് ആ പൂവാണ് നമ്മൾ തലയിലേക്ക് വെക്കുന്നത്. വളയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വള ചേച്ചീനെ കൊണ്ടാണ് തരിപ്പിച്ചത്. അപ്പോൾ ചേച്ചി വളയും തന്നു. എൻ്റെ കൂടെ വന്നത് പിന്നെ ഇവർ രണ്ടൊരു മൂത്തതുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ പീക്കിരികളായിരുന്നു. അതുകൊണ്ട് പിന്നെ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അവരെ കാല വീണ് അനുഗ്രഹമൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നവർക്ക് നമുക്ക് ഗിഫ്റ്റൊക്കെ തരാം. അപ്പം എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ തരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസും വേറെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ അങ്ങോട്ട് നോക്കി പോസ് ചെയ്യുന്നത്. ക്യാമറയിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പും പ്രേമും രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ഹോട്ടലിൽ തന്നെ റൂമും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചേച്ചിയുടെയൊക്കെ കൂടെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് വളയിടുന്നുണ്ട്. ഇനി അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ധൃതി പിടിച്ച് വേഗം ചെയ്യുന്നുണ്ട്. ഇന്നലെ നോക്കിയെടുത്ത വളയാണെങ്കിൽ അത് അവസാനം കൈ കയറാൻ ഭയങ്കര പാടായിരുന്നു. എൻ്റെ കണ്ടില്ലേ കൈയുടെ ആ ഒരു ഭാഗം ഭയങ്കര വലുതാണ്, താഴോട്ടൊട്ടും വണ്ണവും ഇല്ല. അങ്ങനെ ഒരു തരത്തിൽ വളയൊക്കെ ഇട്ടു. പിന്നെ മുല്ലപ്പൂവും കൂടി സെറ്റ് ചെയ്തു. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള സമയമായി. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ്സൊക്കെ കൂടി ആകെ പാടെ ടെൻഷനായി. അവ ഇവിടെ നിന്ന് ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ പോയിട്ട് സ്റ്റേജിലേക്കാണ് കയറിയത്. അവിടെ വെച്ചായിരുന്നു ദക്ഷിണ പരിപാടി. അപ്പോൾ അങ്ങോട്ടേക്ക് ഫോണൊന്നും കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരെയും പ്രോഗ്രാമും കുറച്ചായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു സിംഗിളും ഒരു ഗ്രൂപ്പും അതുപോലെ ലാസ്റ്റ് ഒരു മംഗളവും ഉണ്ടായിരുന്നു. അവയെല്ലാം ഞാൻ ഓർഡറിൽ തന്നെ ഇവിടെ ഇടുന്നുണ്ട്, കണ്ടു വെക്കാം കേട്ടോ.
ഇതം അമർനായകി പരന്താമൻ മകിർത്തിരിൽ സോദരി हरावी पूरी देशी
മാടുവയ്ക്കും കണ്ണേ നീ പോകാതെ നാം ചൊല്ലി 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 കച്ചിയില പാലത്തരെ കൽക്കണ്ട ചീത്തരെ കച്ചിയില പാലത്തരെ കൽക്കണ്ട ചീത്തരെ കയ്യിലെ വെള്ളി തരെ നെയ്യിലെ പോകവേ ആദ്യമേക്കും കണ്ണേ പോകവേ
അങ്ങനെ കറക്റ്റ് 2:30 പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിറച്ചാണ് കളിച്ചത്. ഇപ്പോഴും ഇത് ഓർക്കാൻ വയ്യ കേട്ടോ. കാലൊക്കെ കുടികിടാന്ന് കിടന്ന് ഇറക്കിയായിരുന്നു. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, ഇത് ഗ്രീഷ്മ ചേച്ചിയും മോനും കേട്ടോ. അമ്മയും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും നമ്മളെ കാണാൻ വേണ്ടി മാത്രം കോഴിക്കോട് നിന്ന് തന്നെ കേട്ടോ. ഭയങ്കര സന്തോഷമായി കേട്ടപ്പം. അപ്പോൾ ചേച്ചി ഒരു യൂട്യൂബറാണ് കേട്ടോ. ചേച്ചി എന്നെ കാണാൻ വരുന്നതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോഷൂട്ട് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും നീതി ചേച്ചിയും കൂടെ 1-2 ഫോട്ടോസ് എടുത്തു. പക്ഷേ ഭയങ്കര ഫ്ലോപ്പായി പോയി. അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെയും പിന്നെ അല്ലാതെ നമ്മുടെ സിംഗിൾ കുറച്ച് ഫോട്ടോസും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുൾ മ്യൂറൽ വർക്ക്സ് ആയിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ നല്ല കിടക്കാച്ചയായിരുന്നു. അപ്പോൾ അത് ഷോർട്ട് ഫോട്ടോസ് ആയതുകൊണ്ട് ഈ ലോങ് വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. അത് ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോഴേ അത് കാണുമ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ടീച്ചറിൻ്റെ കൂടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒത്തിരി താങ്ക്സ് പറയാനായിട്ട് ടീച്ചറാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് എല്ലാം നല്ല അടിപൊളിയായിട്ട് നടത്തി തന്നു. ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം നല്ല സൂപ്പറായിട്ടാണ് ചെയ്തു തന്നത്. അപ്പം ടീച്ചർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ജനുവരിയിലെങ്ങാണ്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജനുവരിയിലാണോ പഠിച്ചു തുടങ്ങിയെന്നല്ല കേട്ടോ. ഞാനൊരു 2 years ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഗ്യാപ്പ് എടുത്താണ് പഠിച്ചത്. അപ്പോൾ അതിന് ശേഷമാണ് ടീച്ചറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തത്. അപ്പോൾ ടീച്ചർ അടവുകളൊക്കെ ബാക്കി പഠിപ്പിച്ചു തന്നു. ഞാൻ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് പഠിച്ചത്. അതിന് ശേഷം ടീച്ചറാണ് പറഞ്ഞത് അരങ്ങേറ്റം നടത്താമെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ അരങ്ങേറ്റം ഉടനെ ഉണ്ടാവുമോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു വിശ്വാസക്കുറവിൽ തന്നെയാണ് ഇരുന്നത്. ടീച്ചറാണ് ആ ഒരു ഹോപ്പ് തന്നത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഓടി പിടിച്ച് പോകാൻ കേട്ടോ. ഫോട്ടോസിലൊന്നും ചേച്ചിയും പിള്ളേരും ഇല്ല. ശ്രീകുട്ടനും സിദ്ധുവും ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നുകൊണ്ട് ചേച്ചി നേരത്തെ തന്നെ റൂമിലേക്ക് പോയി. അപ്പം ഞങ്ങളെല്ലാവരും മാത്രമേ ഫോട്ടോയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രേമൊക്കെ ഇതേ പരിപാടി കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആകെ ഒരു പണി കിട്ടിയത് കറക്റ്റ് 3 മണിയാകുമ്പോൾ റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഓടി പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേഗം സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. എനിക്ക് ഡ്രസ്സ് മാറാൻ കൂടി ഇടുന്ന നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ബായ് പറയുന്നുണ്ട്. അമ്പും ആളും പ്രേമൊക്കെ ഭയങ്കര കമ്പനി ആയിട്ടോ. ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാവരും അങ്ങ് വേഗം ഒട്ടി. അല്ലെങ്കിൽ പിന്നെ അവർ നേരത്തെ അറിയാം. ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ വന്നിട്ട് അങ്ങനെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പിരിയാണ് കേട്ടോ. അപ്പോൾ അവർ ട്രെയിനിനാണ് വന്നത്. ട്രെയിൻ തിരിച്ച് പോകുന്നുണ്ട്. ജർഷ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ച് പോകുന്നു കേട്ടോ. ഞങ്ങൾ അവളെ പകുതി വഴിയിൽ ഇറക്കി വിടാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്ത് ആ റൂമിൽ പോയി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്. എൻ്റെ മുടിയൊക്കെയാണ് ഒട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. ഒരുമാതിരി പന്ന കോലായിരുന്നു. കയ്യെ കിട്ടിയൊരു ഡ്രസ്സ് എടുത്തിട്ടു. കമ്മലൊന്നും തപ്പിയിട്ട് കാണുന്നില്ല. കമ്മൽ കാണുന്നില്ല, മാല കാണുന്നില്ല. അവസാനം ഞാനൊരുമാതിരി കോലത്തിൽ അവിടെ നിന്ന് ഇറങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നായിട്ട്. അപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി, ക്ഷീണമായി. അപ്പോൾ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും കരിക്ക് കട കണ്ടു. പിന്നെ കരിക്ക് കുടിച്ച് കുറച്ച് ക്ഷീണം മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കരിക്ക് കുടിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോഴും പ്രോഗ്രാം കഴിക്കുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യാനൊന്നും ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആ ഒരു സമയത്ത് മേക്കപ്പ് ക്ലാസ്സിന് പോയി. അപ്പോൾ ആ ഒരു മാസം ഏപ്രിൽ ഫുള്ള് മേക്കപ്പ് ക്ലാസ്സിലായിരുന്നു. അപ്പം കൂടുതൽ ഞാൻ അതിനാണൊരു ഫോക്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ആ ഒരു 2 ആഴ്ചയാണ് ഫുൾ പ്രാക്ടീസ് ചെയ്തത് കേട്ടോ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു വേദിയിൽ നിൽക്കാന്നുള്ളത്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കളിച്ചിട്ടുണ്ട്. നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. വിറയ്ക്കുന്നതും ഡയറക്റ്റ് അടുത്തിരിക്കുന്നവർക്ക് കാണാമായിരുന്നു. ശരിക്കും അത്ര ആളുകളെ കണ്ടപ്പോഴത്തേക്കും കുറച്ചൊരു പേടി വന്നു. പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് ആയപ്പോൾ തന്നെ ആ ഒരു പേടി അങ്ങ് മാറി. അപ്പോൾ തിരിച്ചു പോയ വഴിക്ക് പിള്ളേരൊക്കെ ഫുൾ ഉറക്കമായിരുന്നു. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോകൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.